In the midnight glow where the stars align, we lose ourselves in the ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ 2 ദിവസം മുമ്പ് ഒരു ക്രെഡിറ്റ് ബിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ക്രെഡിറ്റ് ബിയുടെ കളക്ഷൻ ഏജൻസ് നമ്മുടെ കേരളത്തിലുണ്ടെന്നും നമ്മുടെ 2-3 സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചു എന്നും പറഞ്ഞായിരുന്നു. അവരുടെ വീട്ടിൽ പോകുമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു അവരുടെ വീട്ടിലെത്തിയോ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചായിരുന്നു. കാരണം ക്രെഡിറ്റ് ബിയിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാരാണ് ഈ ചോദിച്ചത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അയാളെ വിളിച്ചു, അതായത് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് ക്രെഡിറ്റ് ബിയിൽ നിന്നും EMI ഡ്യൂ ആണ്, 3 മാസമായിട്ട് അടച്ചിട്ടില്ല, എന്താണ് ഉദ്ദേശം, ഫോൺ വിളിച്ചാൽ എടുക്കുന്നതെന്ന് ചോദിച്ചു. വീട്ടിൽ വരുമെന്ന് പറഞ്ഞു, അഡ്രസ്സ് എല്ലാം അയച്ചു കൊടുത്തു. അതായത് ലോൺ എടുത്ത ആൾക്ക്, കാരണം അവരുടെ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടല്ലോ, ആ അഡ്രസ്സെല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ ഈ ലോൺ എടുത്ത ആൾക്കാരെന്താണ് പേടിച്ചിരിക്കുകയാണ്. സംഭവം ഇതുവരെയും അവരുടെ വീട്ടിൽ ചെന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വിരട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയും വീട്ടിൽ എത്തിയിട്ടില്ല. അപ്പോൾ അത് പേടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ക്രെഡിറ്റ് ബി എന്നല്ല, ട്രൂ ബാലൻസ്, അതുപോലെ തന്നെ നമ്മുടെ കിഷ്ത്, അതുപോലെ തന്നെ എന്താ പറയുക മണി വ്യൂ, സ്റ്റാഷ് ഫിൻ, ഏതായാലും റിങ്ങിൻ്റെ ആൾക്കാർ, റിങ് ഫിനാൻസ് ലോണിൻ്റെ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ പോയതായിട്ട് എനിക്കറിയാം, വീട്ടിലെത്തിയായിട്ടും അറിയാം. ഈ ക്രെഡിറ്റ് ബിയുടെ വീട്ടിലെത്തിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു സൂചനയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നത്, നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന 2 NBFC ആണ്. അതായത് പുതുതായിട്ട് വന്ന 2 NBFC ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലോൺ കൊടുത്ത, സാലറി ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, ലോൺ കൊടുക്കുന്ന 2 NBFCയെ കുറിച്ച് പറയാനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. മണി വ്യൂവും ട്രൂ ബാലൻസും സ്റ്റാഷ്വിനും നാവിയും മണി എല്ലാം ഡൗൺ മീൻസ് അത് എന്താ താഴോട്ട് പോയി. ഇപ്പോൾ മുകളിൽ നിൽക്കുന്ന 2 ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ വന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത് നിൽക്കുന്ന ആപ്ലിക്കേഷൻ, അതായത് സിബിലായാലും എന്ത് കാര്യത്തിലായാലും കുറവ് മതി, ഒരുവിധം എലിജിബിലിറ്റി ഉള്ള ഒരു 85 to 90% ആൾക്കാർക്ക് ലോൺ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് റാം ഫിൻകോർപ്പ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒന്നും കൂടെ എലിജിബിലിറ്റി പറയാം. 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ലോൺ കിട്ടും. അതേപോലെ തന്നെ സാലറി ഉള്ളവർക്കും സെൽഫ് എംപ്ലോയീസിനും കിട്ടുന്നതാണ്. പിന്നെ സിബിൽ സ്കോർ 600 മതി, വെറും 600+ മതി. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് 600-നും 700-നും ഇടയിൽ സിബിൽ സ്കോർ വെച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാല ഓടി നടക്കുന്നുണ്ട്. 625, 630, 610, 600. കാരണം ഈ സിബിൽ സ്കോറിനൊന്നും ബാങ്കിനോ മറ്റ് NBFC ഒന്നും ലോൺ തരില്ല. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് റാം ഫിൻകോർപ്പ് എന്ന് പറയുന്നത്. സാലറി ഉണ്ടെങ്കിൽ മച്ച് ബെറ്റർ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ, കാരണം ഞാൻ അതിൻ്റെ തെളിവും കാര്യങ്ങളും ഞാൻ ഒരു ദിവസം കാണിച്ചു തന്നതാണ്. വീണ്ടും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ, കുഴപ്പമില്ല. അടുത്ത ട്രെൻഡിങ്ങിൽ സെക്കൻഡ് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് സാലറി ഓൺ ടൈം പേഴ്സണൽ ലോൺ. ഇതിന് മുമ്പ് നമ്മളിത് ചെയ്തിരുന്നു. ആ സമയത്ത് ആർക്കും ഇതിൽ നിന്നും, അതായത് ഒരു 80 പേര് അപ്ലൈ ചെയ്താൽ ഒരു 10 പേർക്ക് കിട്ടിയാൽ കിട്ടി. പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് എല്ലാം മാറ്റി അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അതായത് ടോപ്പ് ടു ബോട്ടം അവർ അറേഞ്ച് ചെയ്തു, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്നും ഏകദേശം 975 പേർക്ക് ഇതിൽ നിന്നും, നമ്മുടെ ഈ ചാനലിൽ നിന്ന് ഏകദേശം 795 പേർക്ക് ഇതിൽ നിന്ന് ലോൺ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും എലിജിബിലിറ്റി, സാലറി ഓൺ ടൈമിൻ്റെ എലിജിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. 55 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ്. പിന്നെ സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കിട്ടും. അധികം ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മാത്രം കൊടുത്താൽ മതി. ഫില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാം ശ്രദ്ധിക്കുക. ഇത് പിന്നെ നിങ്ങൾ ബാങ്കിലോ ഒന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ മെയിലോ കാര്യങ്ങളോ ഡിജിറ്റലി ഒന്നും അയക്കേണ്ട കാര്യമില്ല. എല്ലാം ഓൺലൈനാണ്. ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ്. ഞാൻ മുമ്പ് 5നെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ് നമ്മുടെ ഈ ഒരു സാലറി ഓൺ ടൈം എന്ന ആപ്ലിക്കേഷനാണ്. അതായത് ഞാൻ കുറച്ച് ഫയൽസുകൾ കാണിച്ചിട്ട് ഞാൻ ആ മൊബൈൽ നമ്പർ ഒന്ന് ഹൈഡ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് അതും കുറച്ച് മോശമായതുകൊണ്ട്, അതായത് മോശമല്ലേ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നത്. റാം ഫിൻകോർപ്പിൽ നിന്ന് നമ്മുടെ ചാനലിൽ നിന്ന് അപ്രൂവ് ആയവരുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അപ്രൂവ് ആയ കേസാണ്. ഒരുപാട് കേസുകൾ ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി അത് എന്താ പറയുന്നത്, പെൻഡിങ്ങിൽ കുറച്ച്, അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇഷ്യൂസ് മൂലം അത് ഡിസ്ബേഴ്സൽ, അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ എന്തെങ്കിലും സിഗ്നേച്ചറിൻ്റെയോ മറ്റു കാര്യങ്ങൾ മൂലം അത് ഡിസ്ബേഴ്സൽ കുറച്ച് പെൻഡിങ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണിച്ച ഫയൽസ് എല്ലാം എന്താ പറയുന്നത് റാം ഫിൻകോർപ്പിൻ്റെയാണ്, അപ്രൂവൽ ആയിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, സാലറി ഓൺ ടൈമും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് യൂസ് ചെയ്യുക. ഇനി ഒരുപാട് ഫയൽസുകൾ നമുക്കിവിടെ അപ്രൂവലായി കാണാൻ സാധിക്കും. ഞാൻ എല്ലാം കാണിച്ചു തരുന്നില്ല. കണ്ടു, ഈ കേസെല്ലാം ലോൺ ഡിസ്ബേഴ്സ് ആയ കേസാണ്. ഇതെല്ലാം റാം ഫിൻകോർപ്പിൻ്റെ കേസെല്ലാം ഡിസ്ബേഴ്സ് ആയ കേസാണ്. പിന്നെ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ചോദ്യത്തിന് ശേഷം നിങ്ങൾ ചെയ്യുക.
അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് രണ്ടിനെയും കൊടുത്തിരിക്കാം, സാലറി ഓൺ ടൈമിൻ്റെയും അതുപോലെ തന്നെ റാംഫിൻ കോപ്പിൻ്റെയും. താല്പര്യമുള്ളവർ, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സിബിൽ കുറവാണ്, സാലറി ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ സമയത്ത് എവിടെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു ഓപ്ഷൻ നല്ല സൂപ്പർ ഓപ്ഷനാണ്. ഞാൻ മുമ്പ് ഇത് 2 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മളുടെ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഫുൾ നെയിം, ഇമെയിൽ ID, പിൻ കോഡ്, റിക്വയർഡ് എമൗണ്ട് ഇവിടെ കൊടുക്കുക. കറക്റ്റായിട്ട് ഇതിന് കൊടുക്കുക. എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും മറ്റ് ഡീറ്റെയിൽസും, ഇപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും മറ്റും അവരുടെ മൊബൈലിൽ തന്നെ എല്ലാവരുടെയും കാണുമെന്ന് തോന്നുന്നു. പിന്നെ സാലറി ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ വലിയ എമൗണ്ട് വേണമെങ്കിൽ സാലറി ഉള്ളവർക്ക് സാലറി സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം കൊടുക്കണം. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട്, ഇതിലൊന്നും ഒരു കാരണവശാലും ഒന്നും തെറ്റരുത് കേട്ടോ. കാരണം നിങ്ങൾ കൊടുക്കുന്ന നൈമും നിങ്ങളുടെ പാൻ കാർഡിലെ നൈമും മിസ്മാച്ച് ആണെങ്കിൽ അത് മിസ്മാച്ച് ഇഷ്യൂ ഉണ്ടാകും, പിന്നെ അത് റിജക്റ്റ് ആകും, പിന്നെ അത് ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യും, പിന്നെ 6 മാസം 7 മാസം കഴിയണം. നമുക്കറിയാം നമ്മുടെ പറയുന്നത് ട്രൂ ബാലൻസ് എന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുന്ന ടീംസാണ്. ചില സമയത്ത് നമ്മൾ ഇത് നമുക്ക് എല്ലാം ക്ലിയർ ആകും, സാങ്ഷൻ ആകുന്ന സമയത്ത് പാൻ കാർഡ് മിസ്മാച്ച് അല്ലെങ്കിൽ അക്കൗണ്ട് മിസ്മാച്ച് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഓക്കെ, അത് അവരുടെ ഉടായ്പാണോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഇഷ്യൂ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഇഷ്യൂ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചില സമയത്ത് അവർ ഈ എല്ലാ ആപ്പുകളും ചില സമയങ്ങളിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എല്ലാ ആപ്പും ഡൗൺ ചെയ്തിട്ടിരിക്കും. അത് നമ്മുടെ ഇഷ്യൂ അല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ ഓർക്കുക, ക്രെഡിറ്റ് ബിയുടെ ഇഷ്യൂ ഇതുവരെയ്ക്കും വീട്ടിലെത്തിയിട്ടില്ല. ആ ക്രെഡിറ്റ് ബിയിൽ നിന്ന് ലോൺ എടുത്ത് ആരും പേടിക്കേണ്ട. ഇൻ കേസ് വന്നാൽ തന്നെ നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ. അത് ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീൽ ചെയ്യുക. അവരാരും നിങ്ങളെ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടോ ഒന്നും പോകില്ല. ഓക്കെ, കാര്യങ്ങൾ പറയുക. അപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ മാക്സിമം നമ്മൾ അടയ്ക്കുക. കാരണം നമുക്കൊരു ആവശ്യത്തിന് തന്നതാണ് ഫിനാൻസ്, അറിയാമല്ലോ. ഈ ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ വിട്ടുകളയോ, അത് പോട്ടെ. അല്ലാതെ നമ്മുടെ ഈ ക്രെഡിറ്റ് ബി, മണി വ്യൂ, സ്റ്റാഷ്ഫിൻ, ബ്രാഞ്ച് പോലുള്ള ആപ്ലിക്കേഷൻ ഇല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ഉണ്ടെങ്കിൽ അടയ്ക്കുക. അത് നമ്മൾ വെച്ചുകൊണ്ട് അടയ്ക്കാതിരിക്കരുത്. അത് നമുക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര ദോഷം ചെയ്യും. ഓക്കെ, അത് സിബിലായാലും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിട്ടേൺ ഓഫൊക്കെ വന്നാൽ, റൈറ്റ് ഓഫും സെറ്റിൽമെൻറ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു 5 പൈസ പോലും ഒരു ഫിനാൻസ് പോലും ലോൺ തരില്ല. അത് നേരിട്ട് അനുഭവിച്ച ഒരുപാട് പേര് എനിക്ക് ഇപ്പോഴും അറിയാം. ഓക്കെ, അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഈ സിബിൽ ഇമ്പ്രൂവ് ആവുന്ന, ഞാൻ ഒരു കാർഡ് കാണിച്ചല്ലോ, സിബിൽ ഇമ്പ്രൂവ് ആവുന്നൊരു കാർഡ്, ആ കാർഡൊക്കെ എടുത്ത് ഇപ്പം ഒരുവിധം ക്ലിയർ ആക്കി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഇങ്ങനെയുള്ള സാലറി ഇല്ലാത്തവർക്ക്, അതുപോലെ തന്നെ സിബിൽ കുറവുള്ളവർക്ക്, ബാങ്കിങ് നെഗറ്റീവ് ഉള്ളവർക്ക്, ഏരിയ നെഗറ്റീവ് ഉള്ളവർക്ക് എങ്ങനെ ലോൺ ചെയ്യുന്ന പുതിയ ആപ്പുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.